ചെറുപ്പക്കാരികളെ, നല്ല സ്വഭാവമാണ് വെച്ചു പുലർത്തേണ്ടത്. പെൺകുട്ടികളോട്, യുവതികളോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ. പരിശുദ്ധമായ ദീനിന്റെ സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങളിൽ നിന്ന് കാണണം. നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത്, പുരുഷന്മാര് സ്ത്രീകളെ പോലെയും ജീവിക്കരുത്. അതിനാണ് ദീനൊരു സ്വഭാവം പഠിപ്പിച്ചത്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ്. ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിലുണ്ടാകണം. പ്രായപൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ തട്ടമയിച്ച് തോളിലൂടെ ഇട്ട് യാത്ര ചെയ്യുന്ന, യഥേഷ്ടം വലസി നടക്കുന്ന, ആരോടും കൊഞ്ചും കുഴഞ്ഞും സംസാരിക്കുന്ന, ആരോടും ചാറ്റ് ചെയ്യുന്ന, യഥേഷ്ടം കിന്നരിക്കുന്ന, ഹയാ കുറഞ്ഞൊരൊറ്റ പണിയിലേക്കും പോകാത്ത, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം. അപ്പോഴേ അല്ലാഹു തആല ജീവിതത്തിൽ ബറക്കത്ത് നൽകൂ, സന്താന പരമ്പരകളിൽ വിശുദ്ധി നൽകൂ. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ആ ഹയാ ആണ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. ആ ഹയാ എന്ന് പറയുന്ന സ്വഭാവം എത്ര നല്ല രൂപത്തിൽ ഒരു പെൺകുട്ടിയിൽ, ഒരാൺകുട്ടിയിൽ ഉണ്ടോ, എന്നാൽ അവരിൽ ഇസ്ലാമിന്റെ നല്ല യുവത്വങ്ങളും നല്ല സംഭാവനകളും അവരിൽ കാണാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപ്പമാര്, ഉമ്മമാരാ വിഷയം കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ്, പെണ്ണിന്റെ വേഷം പെണ്ണിന് ധരിക്കാനുള്ളതാണ്. നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല, അത് പെണ്ണിന് നിസ്കരിക്കാനുള്ളതാണ്. പർദ്ദ ധരിച്ചുകൊണ്ടൊരു പുരുഷനും നടക്കാൻ പാടില്ല, അത് പെണ്ണിന് ധരിക്കാനുള്ളതാണ്. പെണ്ണിന് ധരിക്കാനുള്ള പാൻസും ഷർട്ടുമില്ലേ ആണിന് ധരിക്കാനുള്ളത്, അതാണ് ധരിക്കേണ്ടത്. പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ളണ്ടോ, അതാണ് പെണ്ണ് ധരിക്കേണ്ടത്. ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാര് ലാഭം കാണണ്ട. ഒരു വീട്ടിലേക്ക് ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ, എല്ലാവരും ഒന്ന് ധരിക്കാൻ പറ്റുകയാണെങ്കിൽ സുഖമല്ലേ, എത്ര സാമ്പത്തിക ലാഭം കിട്ടും. അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ വീട്ടിലെ +2 പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയാൽ മതി, അത് തന്നെ 10ാം ക്ലാസ്സുകാർ ഇട്ടോളൂ, അപ്പൊ ലാഭല്ലേ, ഒരാൾക്ക് വാങ്ങിയാൽ പോരെ. അങ്ങനെ ചിന്തിക്കരുത്. അവർക്കുള്ള വസ്ത്രം അവർക്ക് വേറെ വാങ്ങണം, അതാണ് അവർ ധരിക്കേണ്ടത്. ജ്യേഷ്ഠന്റെ പാൻറ് ധരിച്ചുകൊണ്ട് അനുജത്തി പോകാൻ ഉദ്ദേശിക്കുമ്പോ ബാപ്പ പറയണം, ഉമ്മ പറയണം, അള്ളാഹു ലാനത്ത് ചെയ്തൊരു വസ്ത്രരീതിയാണ് പെണ്ണെ, ഇത് നീ ധരിക്കരുത്. പെണ്ണിൻ്റെത് പെണ്ണ് ധരിക്കണം, ആണിൻ്റെത് ആണ് ധരിക്കണം. ലഅനല്ലാഹു റജുൽ അല്ലദീ യൽബസു ലുബ്സതൽ മർഅ വലഅനല്ലാഹുൽ മർഅ അല്ലതീ തൽബസു ലുബ്സതർ റജുൽ. ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ്. ഹയാഇന്റെ കുറവ് കൊണ്ടാണ് വസ്ത്രധാരണ ശൈലിയിലൊക്കെ ഈ വ്യത്യാസം വരുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല രൂപത്തിൽ ജീവിക്കുന്ന ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. സമയം ഇനി ദുആ ചെയ്ത് തിരിച്ചു പോകാനുള്ള സമയമേ ഉള്ളൂ. ട്രെയിനിലേക്ക് അവിടെ എത്തും വേണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മുതൽ നടക്കുന്ന എല്ലാ പരിപാടിയും നല്ല റാഹത്തോടെ അല്ലാഹു തആല സ്വീകരിക്കുന്ന നല്ല പരിപാടികളാക്കി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ നല്ലൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ മദ്രസയുടെ 1st ഫ്ലോർ ഇതിൻ്റെ മേലേക്കല്ലേ പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2000 അല്ലേ ഇത്, 2000 സ്ക്വയർ ഫീറ്റാണ് മൊത്തം പണിയാനുള്ളത്. കുറഞ്ഞതേ ഉള്ളൂ. ഒരാൾ മാത്രം സംഭാവന കൊടുക്കാനുള്ള ഒരു സംഖ്യയേ ഉള്ളൂ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സഹകരിക്കാൻ കഴിയില്ലല്ലോ, എല്ലാവരും സഹകരിക്കണ്ടേ. 2000 സ്ക്വയർ ഫീറ്റാണ് മൊത്തം ഉള്ളത്. 25 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റാണുള്ളത്. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയാണ് തീരുമാനിച്ചത്. അതിനൊന്ന് തുടക്കം കുറിക്കാൻ, ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് കുറിക്കും. ആരാ ഒരാൾ തുടക്കം കുറിക്കുക? ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ അല്ലേ? ആരാ ഒരു സ്ക്വയർ ഫീറ്റ് തുടങ്ങുക? ഒരു തുടക്കം
കുറഞ്ഞ ആളൊന്നും തുടക്കം കുറിച്ചാൽ ബാക്കി ഇൻഷാ അല്ലാഹ് അങ്ങനെ ആയിക്കോളും. ഇന്ന് റജബിൻ്റെ ആദ്യത്തെ രാത്രിയും കൂടിയല്ലേ, നല്ലൊരു തുടക്കാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1 സ്ക്വയർ ഫീറ്റ് ആരാ സംഭാവന ചെയ്യുക? അത് അവർ ചെയ്യും. ആര്? നമ്മൾ മുഅദ്ദിൻ ഉസ്താദ്. മാഷാ അല്ലാഹ്, മുഅദ്ദിൻ ഉസ്താദ്. അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നല്ല ഹിമ്മത്തോടെ പ്രവർത്തിക്കാനും നല്ല കരുത്ത് കൊടുക്കണേ അല്ലാഹ്. എത്ര? 1. അവിടെ എഴുതണം, ഏതെങ്കിലുമൊക്കെ എഴുതാം. ഇവിടെ ഈ ഉസ്താദും പറഞ്ഞതാ 5. 5 സ്ക്വയർ ഫീറ്റ് എഴുതണം, ഏതെങ്കിലും ഉസ്താദ് 1 ഉസ്താദ് 1 അല്ലേ പറഞ്ഞു? മാഷാ അല്ലാഹ്. ദാരിമി ഉസ്താദിൻ്റെ വക 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നല്ല ഇസ്സത്തോടെ ഞങ്ങളുടെ നാടിന് നേതൃത്വം നൽകാൻ നല്ല തൗഫീഖ് നൽകണേ അല്ലാഹ്. പിന്നെ 2 അതാ ഇവിടെ ഇവിടെ ഉസ്താദ് 5. വരി അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് അതവിടെ. പിന്നെ ആരുണ്ട്? ഇന്ന് റജബിൻ്റെ ആദ്യത്തെ രാത്രിയാണ്. നമ്മളൊന്ന് തുടക്കം കുറിച്ചാൽ പിന്നെ നിങ്ങളെത്ര? 4 3 ഇവര് 3. ഇന്ന് ട്രെയിനിൽ പോകാനുള്ളത് കൊണ്ടാണ്, ശരിക്കും ഹയാത്താക്കേണ്ട രാത്രിയാണ്. കഴിയുന്നവരൊക്കെ ഹയാത്താക്കണം. മുസ്തഫ സാഹിബ് എത്ര? 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. കഴിയുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ റജബിൻ്റെ ആദ്യത്തെ രാവാണ്. അള്ളാഹു നല്ല ബർക്കത്തേറ്റി തരട്ടെ. 1 സഹോദരി 1 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. സഹോദരിമാരൊക്കെ സംബന്ധിക്കണം. നമ്മൾ ഈ പരിപാടി തീരുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പൂർത്തിയാകണം. നാളെ പിന്നെ ബഹുമാനപ്പെട്ട ബദറുസാദാത്ത് തങ്ങളുസ്താദ് വരുന്ന ദിവസമാണ്. ദുആഉം നസീഹത്തൊക്കെ നടക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മിസ്ബാഹ് ഉസ്താദ് അല്ലേ, ഹംസ മിസ്ബാഹ് ഉസ്താദ് നാളെ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. നല്ല മജ്ലിസുകളാണ് ഓരോ ദിവസവും ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു എല്ലാ ദിവസവും സംബന്ധിക്കാൻ ഈ നാട്ടുകാർക്കും പരിസരവാസികൾക്കൊക്കെ അള്ളാഹു നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇനി ആരുണ്ടതാ? ഇവർ 1 സ്ക്വയർ ഫീറ്റ്. 1 അല്ലേ? 1 സ്ക്വയർ ഫീറ്റ്. EK അബൂബക്കർ ഹാജി മാഷാ അല്ലാഹ് 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അത് അവിടെ ഒരു സാഹിബിച്ച 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ബർക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. പിന്നെയുണ്ട് അതാ വേക്കുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി ആരുണ്ട്? 2, 3, 5 കഴിയുന്ന ആൾക്കാർ. അതാ അവർ 5 കുഞ്ഞിച്ച 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ബർക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. 5 എഴുതില്ലേ? സഹോദരിമാരെ ഭാഗത്ത് ആളുണ്ടല്ലോ അവിടെ അല്ലേ? വണ്ടിയർമാരുണ്ടോ? സഹോദരിമാർ അവിടെ കടലാസം വല്ലതുണ്ടെങ്കിൽ എഴുതി കൊടുത്തയച്ചാൽ ഇൻഷാ അല്ലാഹ് ഇന്നും ദ്വാരക്ക, നാളെയും ദ്വാരക്ക. പിന്നെ ആരുണ്ട് സദസ്സിലാരെങ്കിലും പറയണ്ട? ഹനീഫ എത്ര? 3 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാൻ. അതെ ഇൻഷാ അല്ലാഹ്. റജബ് 1 അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ദ്വാരക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. കഴിവിൻ്റെ പരമാവധി ആളുകളൊക്കെ സുബ്ഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് നല്ലോണം ദ്വാരക്കേണ്ട രാവാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹയാത്താക്കേണ്ട മാഷാ അല്ലാഹ് ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ നല്ല നമ്മുടെ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസിഡന്റാണ്. 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നല്ല ഹിമ്മത്തും ഇസ്സത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. പിന്നെ സലീംക്ക് അത്ര 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ബർക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. പിന്നെ ആരുണ്ട്? അപ്പോൾ ഹയാത്താക്കേണ്ട രാവുകളാണ് റജബ് ആദ്യത്തെ രാവ്. ഈ മാസം 2 രാവാണ് പ്രധാനമായിട്ടും എണ്ണിയിരിക്കുന്നത്. ഒന്ന് 1-ാമത്തെ രാവും മറ്റൊന്ന് 27-ാം രാവും. ആ 2 രാത്രിയും ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കഴിയുന്ന അത്രയും സമയം രാത്രി സമയത്ത് നന്മയുമായി ബന്ധപ്പെടുക. ചിലർക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് സുബഹി വരെ ഹയാത്താക്കാൻ കഴിയും. എല്ലാവരും ഒരേ ആരോഗ്യമുള്ളവരല്ലല്ലോ. ചിലർക്ക് 12 മണി വരെ കഴിയും. ചിലർക്ക് നേരത്തെ എഴുന്നേറ്റ് ഉറങ്ങിയിട്ട് കുറച്ച് സുബഹിന് മുമ്പ് എഴുന്നേറ്റ് ഓതാനും ദ്വാരക്കാനും നിസ്കരിക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ അങ്ങനെ കഴിയും പോലെ.
ഹലീമ ഇബ്രാഹിം എന്ന സഹോദരി 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, ബറക്കത്തേറ്റി കൊടുക്കണേ അള്ളാഹ്, മുറാദുകളൊക്കെ ഹാസുലായി കൊടുക്കണേ അള്ളാഹ്. അപ്പോൾ ഈ മാസത്തിലെ 2 രാത്രികളിൽ ആദ്യത്തെ രാവിലാണ് നമ്മളുള്ളത്. അള്ളാഹു തആല നല്ല ബറക്കത്തുള്ള മജ്ലിസായി നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയുള്ളവരൊക്കെ 5ഉം 10ഉം ആയിട്ട് ഏറ്റെടുത്ത് ഈ സംരംഭം എളുപ്പത്തിൽ പൂർത്തിയാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉറൂസ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ പണിയും മറ്റുമൊക്കെ ആരംഭിച്ച് അടുത്ത അധ്യയന വർഷമാകുമ്പോൾ പണി തീർന്നാലല്ലേ നല്ല സുഖമാണ്. കുട്ടികൾ പഠിപ്പിക്കാൻ വിശാലമായ സൗകര്യം അത് വേണ്ടതാണല്ലോ. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും 5ഉം 10ഉം ഏറ്റെടുത്താൽ തന്നെ ഇൻഷാ അല്ലാഹ് പൂർത്തിയാകും. കഴിയാത്തവർ 2ഉം 1ഒക്കെ ഏറ്റിട്ട് അതിൽ ഭാഗവാക്കാകണം. 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ ചെറിയൊരു സംഖ്യയാണ് നമ്മുടെ കമ്മിറ്റി കണക്കാക്കിയിട്ടുള്ളത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് സഹോദരിമാർ നാളെ വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദ്വാരക്കുന്ന ശേഷമുള്ള തങ്ങന്മാരും ഉസ്താദുമാരൊക്കെ ദ്വാരക്കുന്ന ദ്വാ കിട്ടുന്ന നല്ലൊരു ഹദിയയാണ്. നമ്മുടെ ജീവിതത്തിൽ ദീനിന് വേണ്ടി ചെയ്ത നല്ലൊരു സംഭാവനയും കൂടിയായി നിലനിൽക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരക്ക 2 വരി മദ്ഹ് ചൊല്ലിയിട്ട് ഒന്ന് എണീറ്റുന്നാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ആൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ബലഗൽ മുദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശറ മാ ഉതി ബിമാ ഫിൽ ബാലി ബാൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. തഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖഫമാ തബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലിതാൽ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹു യാ മഅബൂദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, വിശുദ്ധ മാസമാകുന്ന റജബ് മാസം അല്ലാഹുവേ, ഷഹറുല്ലാഹി റജബ് എന്ന് പ്രത്യേകം പുണ്യം പറഞ്ഞ റജബ് മാസത്തിലെ ആദ്യ രാത്രി ഇവിടെ അന്തിയുറങ്ങുന്ന ഹജിയാരുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി ആദ്യ ദിനമാണ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇത്രയും നേരം ഞങ്ങളിവിടെ ഇരുന്നതും പറഞ്ഞതും നീ ഞങ്ങളെ ജീവിതത്തിലെ നല്ല അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, മഹാന്മാരുടെ മദദ് ഞങ്ങളുടെ ജീവിതത്തിലും ആഖിറത്തിലും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട സർവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി എത്തിയ സർവ്വ ആളുകളുടെയും എല്ലാവിധ ഹലാലായ ഖൈറായ ലക്ഷ്യങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരിൽ നിന്നും സംഭവിച്ച എല്ലാവിധ വൈകല്യങ്ങളും ദോഷങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്.
റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ, ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിനെ നോക്കി നടത്തുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, മേൽനോട്ടം നൽകുന്നവർ, ഉസ്താദുമാർ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ഏറ്റി നൽകണേ അല്ലാ. ഈ പരിപാടിക്ക് സംബന്ധിച്ച സഹോദരിമാർ, സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഹാജിയാരുപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളെ കുടുംബങ്ങളിൽ, ഞങ്ങളെ മക്കളിൽ, ഞങ്ങളെ സമ്പത്തിൽ, ഞങ്ങളെ ഏർപ്പാടുകളിൽ, എല്ലാ വിഷയങ്ങളിലും നീ ബറക്കത്ത് ദായിമാക്കി തരണേ അല്ലാ. ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം ആഫിയത്താണല്ലോ റബ്ബേ. അവസാന സമയം വരെ വിവാദത്തിന് മുടക്കമില്ലാത്ത, ദീനിൻ്റെ ഖിദ്മത്തിനൊരു തകരാറില്ലാത്ത നല്ല ആഫിയത്ത് ദായിമാക്കി തരണേ അല്ലാ. മരിക്കുന്നതിൻ്റെ മുമ്പ് ആഫിയത്തുള്ള കാലം തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മർളിയായ നിലക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലെത്താനും മതിവരുവോളം സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകി ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയെയും ഒക്കെ സ്വീകരിച്ച പ്രിയപ്പെട്ട സഹോദരൻ, നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഉറൂസുമാ മുബാറക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെറിയ വലിയ പ്രവർത്തനങ്ങൾക്ക് ആരെല്ലാം ഭാഗവാക്കായോ മുഴുവനും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു കുറവാണ്, നാഫിയ ഇൽമി ഏറ്റി തരണേ അല്ലാ. അമലായി പറയാ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, നിന്റെ അടുക്കൽ മഖ്ബൂലായ നല്ല അമലുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, മദ്രസ നിർമ്മാണത്തിലേക്ക് ചോദിച്ചപ്പോൾ സ്ക്വയർ ഫീറ്റുകൾ നൽകി ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്. 10ഉം 5ഉം 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ നൽകിയവരുണ്ട്, ഏറ്റെടുത്തവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ, നല്ലൊരു ഹദിയയായി നീ കബൂലാക്കണേ അല്ലാ. വിശുദ്ധമായ റജബിൻ്റെ ആദ്യ രാത്രി ഞങ്ങൾക്ക്, ഞങ്ങളെ വാപ്പ, ഉമ്മമാർ, കുടുംബക്കാർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകി ഇൽമു പഠിക്കുന്ന ചെറിയ കാലം മുതൽ ഇന്നേ വരെ ഞങ്ങളെ സ്നേഹിച്ച, സേവിച്ച, സഹായിച്ച പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ദറജകൾ ഉയർത്തണേ അല്ലാ. അക്കൂട്ടത്തിൽ ഞങ്ങളെ ഉപ്പമാര്, ഉമ്മമാര്, ഉറ്റവര്, ഉടയവര്, ശിഷ്യന്മാര്, സഹപാഠികളുണ്ട്. ഒരാളെയും നീ പരാജിതരിൽപ്പെടുത്തല്ലേ അല്ലാ. നല്ല സന്തോഷവും സലാമത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദുനിയാവിൽ നിന്ന് വിട വാങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാവിധ ഹക്കുകളിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കി തരണേ അല്ലാ. ഒരാളോടും ഒരു ഹക്കും ബാക്കിയാക്കി ഞങ്ങളാരെയും നീ മൂത്താക്കല്ലേ അല്ലാ. അർഹമുർറാഹിമീനായ അല്ലാ, മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറായ നിലക്ക് ചൊല്ലി ഞങ്ങളെ നേതാവ്, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മന്ദസ്മിതമായ സുന്ദരപ്പൂമുഖം ഒരു നോക്ക് കണ്ടുപിരിയാൻ തൗഫീഖ് തരണേ അല്ലാ. ആ രംഗത്ത് ഞങ്ങൾ ആരെയും വഷളാക്കല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.